അയ്യോ, വിശന്നിട്ടും പാടില്ലല്ലോ. ഇപ്പൊ സമയം 1:30. മെല്ലെ ഒന്ന് പോയി നോക്കിയാലോ. ചച്ചു ഉണ്ടോ അവിടെ? എന്താ ചച്ചു, നിനക്ക് ഉറക്കൊന്നുമില്ലേ? നീയോ? നീ എന്താ ഇങ്ങനെ? അല്ല, ഓഹോ, അപ്പൊ നീ ആൾമാറാട്ടം നടത്തി ഈ വീട്ടില് മോഷ്ടിക്കാൻ വന്നതാണല്ലേ? അച്ഛാ, മിണ്ടല്ലേ, ഒന്ന് നിർത്തോ. ഞാൻ മോഷ്ടിക്കാൻ വന്നതൊന്നും അല്ല. ഹലോ, ഞാൻ പറഞ്ഞത് വല്ലതും കേട്ടോ? ദയവ് ചെയ്ത് ഒച്ച വെക്കരുത്. ഞാൻ ഒരു ശല്യം ഇയാൾക്ക് ഉണ്ടാക്കൂല, പ്ലീസ്. അതല്ല, നിക്കടി അവിടെ. എന്താ? എന്റെ മുടി. ഇത് ഇനി ഒറിജിനൽ ആണോ നോക്കിയതാ ഞാൻ. ഓ, ഇവൻ. സത്യം പറ, നിന്റെ ഉദ്ദേശം എന്താ? എനിക്കൊരു ഉദ്ദേശവും ഇല്ല. ദുരുദ്ദേശം ഒന്നും ഇല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ വിഗ് വെച്ച് നടക്കുന്ന? തലയ്ക്ക് വെയിലടിക്കാണ്ടിരിക്കാനാ? അല്ല. സത്യം പറഞ്ഞോ, അല്ലേ നാളെ നീ കിടന്ന് ക്ഷണ്ണ വരയ്ക്കും, ഞാൻ വരപ്പിക്കും. ഒന്ന് നിർത്തുവോ? കൊണേന്ന്. എനിക്ക് ദുരുദ്ദേശമൊന്നുമില്ല. ചച്ചു പറഞ്ഞു വെച്ചോളാൻ. ഓഹോ, രണ്ടുപേരും കൂടി ചേർന്നുള്ള പരിപാടിയാണല്ലേ? സത്യം പറ, നിങ്ങൾ മറ്റേതാണോ? എന്ത്? നിങ്ങൾ തമ്മിൽ ലവ് ആണോ? ആർ യു ക്രേസി? സ്വന്തം പെങ്ങള് തിരിച്ചറിയാത്ത നീയൊക്കെ ഒരു ഏട്ടനാണോ? നീ ഇങ്ങനെ ടോപ്പിക്കൊന്നും മാറ്റൊന്നും വേണ്ട. എനിക്കറിയാം അവളുടെ എല്ലാ കാര്യം. എനിക്ക് നിന്നെയാ പേടി. പ്ലീസ്, ഞാനൊന്ന് പൊക്കോട്ടെ. പോയിക്കോ. എനിക്ക് നിന്നെ വിശദമായിട്ടൊന്നുകൂടി പരിചയപ്പെടാനുണ്ടല്ലോ. ഒപ്പം മായനന്ദേ, കാണണല്ലോ. മക്കളെ, നിങ്ങൾ എല്ലാരും ഒരുമിച്ചല്ലേ പോകുക? അത് പറ്റൂല, അവക്ക് വണ്ടിയില്ലേ, അവള് വണ്ടിയിൽ വരട്ടെ. എന്താടാ, നിങ്ങൾ എല്ലാരും ഒരു സ്ഥലത്തേക്കല്ലേ? ഒരുമിച്ച് പോയാ പോരെ? നീ ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. അല്ല, മോക്കെന്താ ഒരു വ്യത്യാസം? മോളുടെ മുടി. അത് ഞാൻ ഇത്രയും ദിവസം മേലോട്ട് കെട്ടിവെച്ചായിരുന്നു, അതാ. അത് ശരി. ഇപ്പൊ എന്ത് രസാ കാണാൻ. കോളേജിലെത്തിയിട്ടൊന്ന് സൂക്ഷിച്ച. പിന്നെ നിങ്ങൾ രണ്ടുപേരും ഇവന്റെ കൂടെ പോയാ മതി കേട്ടോ. ഏട്ടാ, ഞാൻ പോവാണേ. മോള് മുടി മേലോട്ട് കെട്ടിവെച്ചായിരുന്നൂലേ? ഒന്ന് പോടോ. എന്താണ് ഇവിടെ ഒരു ചർച്ച? ആഹാ, ഏട്ടനെ മോളൊന്നും ഇങ്ങോട്ട് വന്നേ. ഏട്ടനൊന്ന് കാണാനിരിക്കുവായിരുന്നു. പൊക്കിയല്ലോ നാഥാ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? രണ്ടും കൂടി ബാക്കിയുള്ള ആൾക്കാരെ പൊട്ടന്മാരാക്ക? ചേട്ടൻ എന്താ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അച്ചോടാ, ഒന്നും അറിയാത്തൊരു കുഞ്ഞാവ. ഇപ്പൊ വിശദീകരിക്കാൻ എനിക്ക് ടൈമില്ല. വൈകുന്നേരം 2-ന് എനിക്കൊന്ന് കാണണം. എന്തൊരു ബോറ് ക്ലാസ്സാ. ചാടിയാലോ? ഒരു പണിയുണ്ട്. എടാ, ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം കേട്ടോ. ആടാ. ഹായ്, തേടിയ വള്ളി കാലിൽ ചുറ്റി. ദൈവം എന്റെ കൂടെയാണ് മോളെ മായനന്ദേ. എന്താ മോളെ മായനന്ദേ, നിനക്ക് ക്ലാസ് ഒന്നുമില്ലേ? ഇവിടെ വന്നിരിക്കുന്നു. നീയോ? ക്ലാസ് ഉണ്ട്, ഞാൻ കട്ട് ചെയ്തതാ. ഓഹോ, എല്ലാ ഉടായ്പ ഉണ്ടല്ലോ കയ്യില്. എനിക്ക് നീ ഒരു ഹെൽപ്പ് ചെയ്യും. ക്യാൻറ്റീനിൽ പോയിട്ടൊരു ജ്യൂസ് മേടിച്ചോണ്ട് വാ. എന്താ അറിയില്ല, ഭയങ്കര ദാഹം. തനിക്ക് ഉടലിന്റെ താഴോട്ട് ആ കാണുന്ന കാലല്ലേ, സ്വന്തം പോയാ മതി. മോളെ, ഇന്നലെ ഓർമ്മ ഉണ്ടല്ലോ. വെറുതെ ഈ കിച്ചുവിനെ നീ ശത്രുവാക്കാൻ നിക്കണ്ട. പറഞ്ഞ പണി ചെയ്താ മതി. എടോ, എനിക്ക് വയ്യ. തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്ക് ഒരു അടി നടക്കാൻ വയ്യ. ഒന്നും പറഞ്ഞാ പറ്റൂല. മര്യാദക്ക് മേടിച്ചോണ്ട് വന്നോ. ഇല്ലെങ്കിൽ താൻ എന്ത് ചെയ്യും? ഞാനോ? ഞാൻ പലതും ചെയ്യും. ഇപ്പോഴല്ല, വീട്ടിലെത്തിയിട്ട്. അതുകൊണ്ട് മോള് പോയിട്ട് വാ, ചേട്ടൻ ഇവിടെ കാത്തിരിക്കട്ടോ. എന്തൊരു കഷ്ട.
ഓറഞ്ച് ജ്യൂസ്? എനിക്ക് ഓറഞ്ച് വേണ്ട, എനിക്ക് സ്ട്രോബെറി ജ്യൂസാ വേണ്ടേ. വായൊന്ന് തുറന്നേ. തൊന്റെ വായിൽ അമ്പഴങ്ങയായിരുന്നു ഇത്രയും നേരം. താൻ ഈ ഓറഞ്ച് കുച്ചാ മതി. ഇല്ല മോളെ, വെരി 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 സോറി. ഗോ ഗോ ചേഞ്ച്. എന്നടിച്ചതിന് ഇത്രയൊന്നും നിനക്ക് തന്നാ പോരാടി. ഇതിലും വലുതാണ് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. എന്നാ സ്ട്രോബെറി ജ്യൂസ്. വന്നില്ല. അയ്യേ, ഇതിന് മാത്തിയില്ലല്ലോ. തൽക്കാലം ഇത് മതി. എന്നാ ഞാൻ പോട്ടെ പെങ്ങളെ. അല്ല, അപ്പൊ ഈ ജ്യൂസ് ആരും ഉണ്ടോ? എന്തോ ആ മൂടങ്ങ് പോയിന്നേ. എനിക്ക് വേണ്ട, എന്റെ ദാഹക്ക് മാറി. ഓ ആ ഒന്ന് വേഗം കഴിഞ്ഞിരുന്നെങ്കിൽ വീട്ടിൽ പോകായിരുന്നു. അല്ലേ പോയാലോ? ചച്ചുവിനോട് പറഞ്ഞിട്ട് പോവാം. അല്ല, അമ്മ ഇവിടെ? അവള് വീട്ടിലേക്ക് പോയി. അവക്കെന്താ പറ്റി? അറിയില്ല, ക്ലാസ്സിൽ നിന്ന് ഇപ്പൊ വരാന്ന് പറഞ്ഞ് പോയതാ. പിന്നെ പെട്ടെന്ന് വയ്യാണ്ടായി അവള് പോവാന്നും പറഞ്ഞു. നിങ്ങൾ ഡേ ഇൻ മൈ ലൈഫ് ചോദിക്കാണ്ടൊന്ന് വേഗം വണ്ടി എടുക്കുവോ? അതിന് കിച്ചു വന്നിട്ടില്ല. ഷോ, അവളെയാണെ വിളിച്ചിട്ടും കിട്ടുന്നില്ല. വീട്ടിലെത്തിയോന്ന് അറിയേണ്ട ഒരു സമാധാനവും ഇല്ല. അച്ഛനെ വിളിച്ചിട്ടാണെ അച്ഛനും എടുക്കുന്നില്ല. അല്ല, നിന്റെ വാലെവിടെ? അവള് വീട്ടില് പോയി. വീട്ടിലോ? കുശലം ചോദിച്ചിരിക്കാൻ സമയമില്ല, ഒന്ന് വണ്ടി എടുക്കുവോ? ഇത് കടിക്കോ? എനിക്കറിയില്ല, നിനക്കെല്ലാം അറിയോ? ദാ പൊന്നുമോനെ, നീ എന്നെ കൊലക്കി കൊടുക്കരുത്. ഇലയ്ക്കും മുള്ളിനും കേടില്ലാണ്. ഞാനൊന്ന് പോയിക്കോട്ടെ. അച്ഛാ. എന്താ മോളെ? അവളെത്തിയോ? അവളെത്തി. തീരെ വയ്യ. വന്ന അപ്പൊ കേറിയതാ റൂമില്. ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഞാൻ ഹോസ്പിറ്റലിൽ പോണോന്ന് ചോദിച്ചു, വേണ്ടാന്നും പറഞ്ഞു. അയ്യോ, ഞാൻ എന്നാ അങ്ങോട്ട് പോട്ടെ. എന്താണ് അവോ പറ്റിയേ? അറിഞ്ഞിട്ട് നിനക്കെന്തിനാ? അയ്യോ, എനിക്കൊന്നിനല്ലേ. അല്ല, നിനക്കെന്താ കിച്ചു? ഞാൻ കൊറേ ആയി ശ്രദ്ധിക്കണു. ഞാനും. എന്താ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? എനിക്കൊരു ഉദ്ദേശവുമില്ല. ഒരു ചെറിയ പേബാക്ക്. നിനക്ക് പ്രാന്താണോ? അതെ, പ്രാന്താണോ? പിന്നെ എന്നെ കയറി തല്ലിയോളെ ഞാൻ പൂവിട്ട് പൂജിക്കാം. അതെ, പൂജിക്കണോ? വെറുതെ ഒന്നുമല്ലല്ലോ. കേറി പിടിച്ചിട്ടല്ലേ? അതെ, കേറി പിടിച്ചിട്ടല്ലേ? എന്താ നീ ഇപ്പൊ പറഞ്ഞേ? ഓ, രണ്ടൊന്ന് നിർത്തുവോ? കേറി പിടിച്ചതൊന്നുമല്ല. അപ്പത്തെ ആ സാഹചര്യത്തിൽ ചെക്കനാണോ പെണ്ണാണോ എന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. ആ ഹെൽമെറ്റും ജാക്കറ്റൊക്കെ ഇട്ട് വന്നപ്പോ അവളാണെന്ന് ആരെങ്കിലും വിചാരിക്കോ? ഇല്ല. എല്ലാ ഏട്ടന്മാരും ചെയ്യണേ ഞാനും ചെയ്തുള്ളൂ. എല്ലാ ഗേൾസ് പ്രതികരിക്കണ പോലെ അവളും പ്രതികരിച്ചുള്ളൂ. അതൊരു പാവാ. പാവോ? അതോ? നിനക്കറിയില്ല അവളെ. ഞാൻ മുന്നോട്ട് വെച്ച കാൽ ഇന്ന് മുന്നോട്ടാടാ. ഈ കിച്ചത്താഴത്തില്ലടാ. അവസാനം അവള് പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്താണ്ട് നോക്കിക്കോ. വാടാ, നമുക്ക് പോവാ. ഇവനോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പോടാ പോടാ. എന്റെ വിജയം എനിക്ക് സ്വന്തം. ജയ് മകിഴ്മതി. നീ വന്നോ? ചായ എടുത്തു വെച്ചിട്ടുണ്ട്. വേഗം ഫ്രഷ് ആയിട്ട് കുടിക്ക്. നമുക്കൊന്ന് തറവാട് വരെ പോണം. എന്താ ഏട്ടാ പെട്ടെന്ന്? ഒന്നുമില്ല, കൊറേ ആയില്ലേ പോയിട്ട്. ഇന്ന് ഏട്ടന്മാരൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഒന്ന് കണ്ടിട്ട് വരാന്ന് വെച്ചു. ഓ, മക്കളെവിടെ? അവരകത്തുണ്ട്. പിന്നെ അമ്മമ്മക്ക് തീരെ വയ്യാട്ടോ. ഇന്ന് കുട്ടി ഉച്ചക്ക് വന്നേ. അയ്യോ, അപ്പൊ ഹോസ്പിറ്റലിൽ പോയില്ലേ? ഞാനും ചച്ചും പറഞ്ഞു. മോള് വേണ്ടാന്ന് പറഞ്ഞു. അമ്മ എത്തിയോ? എങ്ങനെയുണ്ട് മോളെ അമ്മോന്? ഇപ്പൊ കുഴപ്പമില്ല, ഒന്ന് ഉറങ്ങിയിട്ടുണ്ട്. തീരെ വയ്യായിരുന്നു. ശരിക്കും അവക്ക് വയ്യേ? ഞാനിന്ന് കുറച്ച് ഓവറായോ ഇനി? ആണോ? അപ്പൊ നീ ഉണ്ടാവില്ലല്ലേ തറവാട്ടിലേക്ക്? എന്നാ ജഗുവിനോടും നന്ദുവിനോടും ഇങ്ങോട്ട് വരാൻ പറയാം. നിങ്ങൾ ഒറ്റയ്ക്ക് നിക്കണ്ടല്ലോ. അമ്മേ. എന്നാലും നിന്റെ ഡാഡി ഇത്രയും റിച്ച് ആയിട്ട് നീ എന്തുകൊണ്ട് നാട്ടിലേക്ക് എത്തിയെന്നാ എനിക്ക് മനസ്സിലാവാത്ത. അതും ഇങ്ങോട്ടേ. വല്ല കൊച്ചിയിലേക്കൊക്കെ അല്ലേ എല്ലാരും പോവാ. അത് തന്നെ ഞാനും ആലോചിച്ചേ. ചെലപ്പോ അപ്പൻ അറിഞ്ഞോണ്ട് വിടാത്തായിരിക്കും അല്ലേ? റിച്ചൊക്കെയാണ്, പക്ഷെ ഒടുക്കത്തെ അഹങ്കാരാണ്. ഞാനൊരു ദിവസം ഒരു കിൻഡർ ജോയ് മേടിച്ചു തരാൻ പറഞ്ഞപ്പോ എന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞടാ. എന്ത് മേടിച്ചു തരാൻ? കിൻഡർ ജോയ്. ബെസ്റ്റ്.
എന്റെ ഡാഡി മാത്രാടാ റിച്ച്. എന്റെ കയ്യിൽ ലഞ്ചിന്റെ പൈസ ഇല്ല, ഫുൾ കാലിയാ. ജഗ്ഗു, നിന്റെ മാത്രം പ്രശ്നമല്ല അത്. ഇവിടെയുള്ള മിക്ക ആൾക്കാരുടെയും പ്രശ്നം ഇതാ. യെസ്, എന്റെ ഡാഡി ഇപ്പൊ എനിക്ക് 2 തവണയേ ഫുഡ് തരുന്നുള്ളൂ. ഒരു നേരം വേണേ പണിക്ക് പോകാൻ പറഞ്ഞു. He just said that. Can you believe it? അതാണല്ലേ 24 മണിക്കൂറും ഇവിടെ. Hey Jaku, haven't you seen my father? ഇല്ല. Why no? He is the richest with the ugly കയ്യിലിരിപ്പ് man in the പഞ്ചായത്ത്. Mine too bro. എടാ +2 കഴിഞ്ഞ് ഞാനൊരു ബെൻസ് ചോദിച്ച്, അയാള് പറ്റൂലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചത് തെറ്റാണോ? നിങ്ങൾ പറ. സി മിസ്റ്റർ ജഗ്ഗു, നിങ്ങളുടെ പപ്പയുടെ ആസ്പിരൻസ് വെള്ളത്തിലാണ്. സോ യു ഹാവ് ടു മേക്ക് മണി. എടാ നമ്മൾ ഇനി ഇങ്ങനെ നടന്നാൽ ശരിയാവില്ല. നമ്മുടെ ജീവിതത്തിൽ കുറെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും. ബട്ട് നമ്മളെല്ലാം പോസിറ്റീവായിട്ട് എടുക്കണം. എന്നെ പോലെ. അതിന് നിന്റെ ലൈഫിൽ എന്താ പോസിറ്റീവായിട്ടുള്ളത്? ബ്ലഡ് എ പോസിറ്റീവാ. എന്റെ കാര്യത്തിൽ അതും നെഗറ്റീവാ. ആകെക്കൂടെ പോസിറ്റീവായത് കൊറോണയാ. എന്റെ ഡാഡിക്ക് ഒരു സ്നേഹവുമില്ല. ആഹാ, ദേ ഡാഡിക്ക് 100 ആയുസാണല്ലോ. ഞാൻ ഇപ്പൊ വരാവേ. പിന്നെ എന്തൊക്കെയുണ്ട് ചച്ചുമോൾ? എന്തുണ്ടാകാനാ, പ്രത്യേകിച്ചൊരിതുമില്ല. ജീവിതം എങ്ങനെ പോകുന്നു? ഇതുവരെ ഒരു ചേഞ്ചസും ഇല്ല. ജീവിതം മനോഹരമായി പോകുന്നു. ഞാൻ അതിന്റെ സൈഡിലൂടെ എങ്ങനെ ഒരു പോക്ക് പോകുന്നു. ആ, ഒരു ചേഞ്ച് ഉണ്ട്. എന്താ മോളെ, വല്ല ലോട്ടറി അടിച്ചോ? നിങ്ങളെ കൂടെയുള്ള ഒരു ദേവശങ്കർ ഇല്ലേ, അവൻ എന്നെ പ്രപ്പോസ് ചെയ്ത്. എപ്പോ? കുറച്ച് ദിവസമായി. ഏട്ടോ, അപ്പൊ അതായിരുന്നില്ലേ നിനക്കൊരോട്ടം? ആ ഓട്ടം ഞാൻ നിർത്തി തരാടാ. എന്നാലും എന്നോട് ഇത് വേണ്ടായിരുന്നു. ആ, എന്നിട്ട് നീ എന്ന് പറഞ്ഞു? ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും എന്തെങ്കിലും എന്നേലും ഞാൻ പറയണല്ലോ. ആ, അത് വേണം, അത് വേണം. അവന്റെ ക്ലാസ്സിലായതുകൊണ്ട് പറയല്ല. ആള് വൻ കോഴിയാ. എല്ലാ അലമ്പ് കേസും ഉണ്ട്. ഓ, അതിപ്പോ ആരാ അല്ലാത്തത് ഇന്നത്തെ കാലത്ത്? എല്ലാവരും എന്നും കോഴിയായിരിക്കണം എന്നില്ലല്ലോ. പിന്നെ അലമ്പ്, അത് ഞാൻ നോക്കിക്കോളാം. പിന്നെ അത് ശരിയാ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് വേറൊരാളിഷ്ടാ. ഹലോ, വല്ലതും കേൾക്കുന്നുണ്ടോ? വണ്ടർഫുൾ. എന്റെ ഗ്രാഫ് ഇതേ പിന്നെ താഴോട്ട് പോന്നു. ആ, കേക്കുന്നുണ്ട്. അല്ല, എന്നിട്ട് നീ കിച്ചുവിനോട് പറഞ്ഞോ? ഇല്ല, ആദ്യം ആ ആളോട് പറയണം. എന്നിട്ടൊരു തീരുമാനമായിട്ട് എല്ലാവരോടും പറയാന്ന് വെച്ചു. ഓക്കെ, ഫുൾ സപ്പോർട്ട്. എന്തിനു വേദന ഏട്ടന്മാര് കൂടെ ഉണ്ടാവും. ഏയ്, ഹെൽപ്പൊന്നും വേണ്ട. ചിലപ്പോ നന്ദുച്ചേട്ടനൊന്ന് കാര്യമായിട്ട് ഹെൽപ്പ് ചെയ്യേണ്ടി വരും. ഓഫ് കോഴ്സ്. ആളെവിടെയുള്ള? അങ്ങനെയൊക്കെ ചോദിച്ചാ, ഓ, എനിക്ക് വയ്യ അധികം കഥയൊന്നും ഇറക്കാൻ. നന്ദുച്ചേട്ടാ, തനിക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ എന്നോട് നേരിട്ട് വന്ന് പറയണം. അല്ലാണ്ട് കണ്ണനുണ്ണീന്നും പറഞ്ഞിട്ട് ഇൻസ്റ്റയിൽ ഫേക്ക് അക്കൗണ്ടിൽ മെസ്സേജ് അയക്കുകയല്ല വേണ്ടേ. പിടിച്ചൂലേ? പിന്നെ ഇവിടെ നടക്കുന്ന കാര്യം വള്ളി പുള്ളി തെറ്റാണ്ട് ആരെങ്കിലും ഇൻസ്റ്റയിൽ ചോദിക്കോ? ഇങ്ങനൊരു മണ്ടൻ. ശരിയാ, അപ്പത്തെ ടെൻഷനിൽ ഓരോന്ന് ചോദിച്ചു പോന്നെയാ. ആ, അത് വിട്. ഇപ്പൊ അറിഞ്ഞ സ്ഥിതിക്ക് എന്താ അഭിപ്രായം? ദേ കിടക്കുന്നു. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് അപ്പൊ ഒന്നും കേട്ടില്ലേ? കേട്ടു, പക്ഷെ അപ്പൊ ആ പറഞ്ഞാലും ഞാനാണോ? എന്റെ മാവ് അപ്പൊ പൂത്തോ വായിച്ചോന്നൊന്നും എനിക്കറിയില്ല. എനിക്കിഷ്ടാന്ന് എനിക്കറിയാം. അപ്പൊ ഇനി കാര്യങ്ങളൊക്കെ എങ്ങനെയാ? എന്ത് കാര്യങ്ങള്? അല്ല, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക്. എത്രയൊക്കെ ആയ സ്ഥിതിക്ക് അങ്ങ് മാറിയിരുന്നേ. ഞാൻ പറയും അന്ന് മതി എന്താണേലും. അതുവരെ കീപ് ഡിസ്റ്റൻസ്, ഓക്കെ? എന്ത് ചാച്ചോ, കൊറോണയ്ക്ക് പോലും ഞാൻ ഇത്ര ഡിസ്റ്റൻസ് ഇട്ടിട്ടില്ല. അതെ, നട്ടിട്ടേ ഉള്ളൂ. അപ്പൊ തന്നെ ഉണക്കി കളയല്ല എൻ്റെ അമ്പാനെ. ക്ഷമിക്ക്, ടൈമുണ്ടല്ലോ. നിങ്ങളെന്താ പുറത്തിരിക്കുന്നെ? മാവ് മൂത്തത് ആസ്വദിച്ചിരിക്കായിരുന്നു. എടാ പൊട്ടോ. മാവോ? ഒന്നുമില്ല, നീ കഴിച്ചോ? ആ, പിന്നെ
അവക്ക് എങ്ങനെയുണ്ട്? ആർക്ക്? അമ്മൂന്. നീ തന്നെയാണോ അത് ചോദിക്കുന്നേ? അല്ല, ബാലരമേലെ ഡിങ്കൻ. അവൾ എണീറ്റിട്ടില്ല. ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വെച്ചിട്ടാ ഇങ്ങോട്ട് വന്നിരുന്നേ. ചച്ചു, ആ പോയ മാവിനൊരു ആട്ട ഇല്ലേ? ഏയ്, ഉണ്ടോ? ഉണ്ടാവോ ആവോ. ഞാനിന്ന് കുറച്ച് ഓവറായോ? അവള് വയ്യാന്ന് പറഞ്ഞിട്ടും ഒരു സുഖം കിട്ടണില്ലല്ലോ. പോയി നോക്കണം. വേണ്ട, അല്ലെങ്കിൽ ഞാനെന്തിനാ അവളെ പോയി നോക്കുന്നേ? അവളെന്റെ ആരാ? എന്നാലും ഒന്ന് പോയി നോക്കിയാലോ. ഉറങ്ങാണോ? താൻ എന്താ ഇവിടെ? നിനക്ക് വയ്യാന്ന് പറഞ്ഞു. അപ്പോ ഇനി വല്ല പണി തരാൻ വന്നയാണോ? ഞാനൊരു കാര്യം പറയട്ടെ. അന്ന് ഞാൻ അറിഞ്ഞുകൊണ്ട് തല്ലിയതല്ല. പെട്ടെന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. സോറി. ഇനി എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ്. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഐ എം സോറി. കഴിഞ്ഞത് കഴിഞ്ഞു. നീ ഇനി സോറി ഒന്നും പറയണ്ട. നീ ഓക്കെ അല്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ടോ? കുഴപ്പമില്ല. അല്ല, ഇപ്പൊ ചോദിക്കാവോന്ന് എനിക്കറിയില്ല. നീ എന്തിനാ ഇങ്ങനെ നടക്കുന്നേ? അത് കുറച്ച് ഫാമിലി ഇഷ്യൂസ് ഉണ്ട്. അങ്ങനെ ഇഷ്യൂ ഉണ്ടേ ഇങ്ങനെ ഒരു മുഖംമൂടി എന്തിനാ? നീ ആരെങ്കിലും കൊന്നിട്ടാണോ അവിടെ വന്നേ? ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അതെന്റെ വീട്ടുകാർക്ക് അറിയില്ല ഞാൻ ഇവിടേക്കാ വന്നേന്ന്. അപ്പൊ നീ അവിടെ? അപ്പൊ ശരിക്കും നീ അവിടെ മിസ്സിംഗ് അല്ലേ? എടി പൊട്ടി, നീ എങ്ങാനും ഇവിടെയാന്ന് അറിഞ്ഞിട്ട് അവരാരെങ്കിലും ഇങ്ങോട്ട് കെട്ടിയെടുക്കുവോ? ഇല്ല, അതോർത്ത് പേടിക്കണ്ട. പേടിയോ? എന്തിന്? മൈ ഡാഡി ഈസ് എ സോൾജിയർ, യു നോ. അല്ല, നീ എന്തിനാ ഇറങ്ങി വന്നേ? എൻ്റെ അപ്പയും അമ്മയും ലവ് മാരേജ് ആയിരുന്നു. 6 വർഷം മുമ്പ് വരെ ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ടാണ് ജീവിച്ചോണ്ടിരുന്നത്. അപ്പോഴാണ് ഞങ്ങളെ സന്തോഷം കളയാൻ ഒരു വില്ലൻ വന്നത്. അമ്മയ്ക്ക് ക്യാൻസർ 3rd സ്റ്റേജ് ആയി അറിയാൻ. കുറേ ട്രീറ്റ്മെൻ്റൊക്കെ ചെയ്തു. പക്ഷെ എന്തോ അമ്മയ്ക്ക് മനസ്സിന് ഉറപ്പില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു അമ്മ പെട്ടെന്ന് ഞങ്ങളെ വിട്ടുപോയി. അങ്ങനെ അമ്മ മരിച്ച് 1 വർഷം കഴിഞ്ഞപ്പോൾ അച്ഛൻ വേറെ റിലേഷനിലായി. ആദ്യമൊക്കെ അത് അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ അച്ഛനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അച്ഛൻ ഹാപ്പിയാന്ന് കണ്ടപ്പോൾ ഞാനും അത് അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ആ സ്ത്രീ എൻ്റെ പപ്പേനെ ഒരുപാട് മാറ്റി. എൻ്റെ അമ്മയ്ക്ക് കുറേ സ്വത്തൊക്കെ ഉണ്ടായിരുന്നു. അമ്മ മരിക്കുന്നതിന് മുന്നേ അതൊക്കെ എൻ്റെ പേരിൽ എഴുതി വെച്ചേ. ആ സ്ത്രീ കാരണം എൻ്റെ അച്ഛൻ അത്രയും കാലം ഇല്ലാത്ത ആർത്തിയായി ആ കണ്ട സ്വത്തിനൊക്കെ. അങ്ങനെ അവർ രണ്ടുപേരും എന്നെ ടോർച്ചർ ചെയ്തു, കുറേ ഉപദ്രവിച്ചു. അവസാനം എന്നെ കൊല്ലുന്നായപ്പോൾ എനിക്ക് വേറെ വഴി ഉണ്ടായിരുന്നില്ല. നിനക്കവിടെ പോലീസും കോടതിയൊന്നുമില്ലേ? ഉണ്ട്. എൻ്റെ അമ്മേൻ്റെ ഒരു അനിയനുണ്ട്. മാമൻ കുറേ പ്രാവശ്യം വാൺ ചെയ്തതവരെ, പക്ഷെ കാര്യമൊന്നും ഉണ്ടായില്ല. മാമനും അറിയില്ല ഞാൻ എവിടെയാണോ എന്താന്നൊന്നും. നീ ഇപ്പൊ ഓക്കെ അല്ലേ? എനിക്കെന്താ പറയണ്ടേന്നൊന്നും അറിയില്ല. ഹേയ്, താൻ എന്ത് പറയാനല്ലേലും ഇത് വേറെ ആരോടും പറയണ്ട. ചച്ചുനോട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇല്ല, ഞാൻ പറയൂല. നീ ഫുഡ് കഴിച്ചായിരുന്നോ? ഇല്ല. അതെന്താ? വേണ്ടായിരുന്നു. എന്നാ ഞാൻ ഫുഡ് എടുത്തോണ്ട് വരാം. ഞാൻ ഫുഡ് എടുത്തിട്ട് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞത് മനസ്സിലായില്ലെന്നുണ്ടോ? അല്ല, അത് വേണ്ട, ഞാൻ അങ്ങോട്ട് വന്നോളാം. ഒന്നും പറയണ്ട. എന്താ ഞാനിപ്പൊ കേട്ടേ? എനിക്ക് വാക്കുകൾ അങ്ങോട്ട് ക്ലിയർ ആയില്ല. എന്താടാ? ഡേ, എന്താ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? നീ എന്താ അപ്പൊ അവളോട് പറഞ്ഞേ? ഫുഡ് കൊണ്ടുതരാന്ന്? അതാ ഞാൻ ചോദിച്ചത്, നിന്റെ ഉദ്ദേശം എന്താന്ന്? വല്ല പ്രില്ലും കലക്കുവോ നീ?
ഹേയ് ചുപ്, നിനക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, ചേട്ടന്റെ കൂടെ വാ. ഏ അല്ല, ഇപ്പൊ പോയത് കിച്ചു അല്ലേ? ഡീ 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 ഡീ, നിനക്ക് ജീവൻ വേണേ താഴേക്ക് പോയി കഴിച്ചോ, അവൻ വല്ല പ്രില്ലും കലക്കും. നീ എന്താ ഇവിടെ? നിന്നോട് ഞാൻ അങ്ങോട്ട് തരാന്നല്ല പറഞ്ഞേ. അവളെ ഇവിടെ ഇരുന്ന് കഴിച്ചോളൂ. അതെ, നിനക്ക് ഇപ്പൊ ഇവിടെ എൻട്രി ഞാൻ തന്നിട്ടില്ല, പൊക്കോ. നന്ദു, വിളിച്ചോണ്ട് പോ. ആ വാ, നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാം. വാ, ഇരിക്കി, കഞ്ഞി കുടിക്കി. നീ എന്താ ഈ സ്പൂണിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നേ? പേടിച്ചിട്ടാ? ഞാനതിലൊന്നും ചേർത്തിട്ടൊന്നുമില്ല. അതല്ല, എന്റെ കഥയൊക്കെ കേട്ടിട്ടാണോ ഇങ്ങനെ, അതോ? ഞാൻ ശരിക്കും സോറി ചോദിക്കാൻ വന്നതാ. പിന്നെ ശരിയാ, നീ ഒറ്റയ്ക്കാണ് ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഇവിടെ എത്തിയെന്ന് അറിഞ്ഞപ്പോ കുറച്ച് റെസ്പെക്ട് ഒക്കെ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഓഹോ. അത് ഇനി നീ ഒറ്റയ്ക്കാനുള്ളൊരു തോന്നല് വേണ്ട കേട്ടോ. എനിക്ക് അച്ഛനുണ്ട്, അമ്മ ഉണ്ട്, ഒരു അനിയത്തിയുണ്ട്, എല്ലാരും ഉണ്ട്. സ്റ്റാച്യു, മോനവിടെ ഒന്ന് നിന്നേ. എന്താടാ ഷോഫറക്കല്ലേ? സത്യം പറ, നിന്റെ ഉദ്ദേശം എന്താ? നിങ്ങൾ എന്താ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അച്ചോടാ, വാവേത് അംഗനവാടിയിലാ പഠിക്കുന്നേ? നിനക്ക് എന്തേലും എന്നോട് പറയാനുണ്ടോ? ഞാൻ അത്രക്കാരൻ നെഹിഹേ? അതല്ല, നീ എന്താ ഞങ്ങളുടെ അടുത്തുനിന്ന് മറച്ചു വെക്കുന്നേ? സത്യം പറഞ്ഞോ, നിനക്കെന്താ അമ്മൂന്റെ അടുത്തേക്ക് ഒരു ചെരുവ്? അതന്നെ, അങ്ങോട്ട് ചോദിക്ക് പാപ്പാ. എനിക്ക് ചെരുവും വടിവൊന്നുമില്ല, ഞാനെപ്പോഴും സ്ട്രെയിറ്റാ. ഇവനെ അങ്ങ് കൊന്നാലോ പാപ്പാ? വേണ്ട, സമയാവുമ്പോ പറയാം. അയ്യോ, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. എന്നാ കേട്ടോ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഞെട്ടരുത്. ഇല്ല, നീ പറ. എനിക്കില്ലേ? നിനക്കുണ്ട്. എത്രണ്ണം? അതെനിക്കറിയില്ല. എടാ മരവാഴകളെ. യെസ്, ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാ, എനിക്ക് ഒരാളെ ഇഷ്ടാണ്. അതാരാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്നുകൂടി ഞെട്ടും. ഞങ്ങള് ഞൊട്ടും. നീ പറ, എന്നിട്ട് ആലോചിക്ക. എനിക്കില്ലേ? എനിക്ക് അമ്മൂനെ ഇഷ്ട. നിങ്ങൾ എന്താണ് ഞെട്ടാത്തെ? എടാ എടാ എടാ, തലയ്ക്ക് സുഖമില്ലാത്ത ക്നാപ്പാ. നിന്നോട് ഞങ്ങൾ നേരത്തെ മലയാളത്തിലല്ലേ ചോദിച്ചത് നിനക്ക് അമ്മൂനോട് എന്താ ഒരു ചെരുവെന്ന്? അതെന്നെ നീ വിചാരിച്ചു ഞങ്ങൾ ബ്ലഡി ബ്ലൈൻഡ് പീപ്പിൾസ് ആണ്? ജഗ്ഗു, അതിന് നിങ്ങൾ ചെരുവ് എന്താന്നല്ലേ ചോദിച്ചേ? ശരിയാ, ഞങ്ങളെ ഭാഗത്തും തെറ്റുണ്ട്, സോറി. അല്ല, നീ അവളെ ക്ഷ വരപ്പിക്കും, ചക്കയാ മാങ്ങിയാന്നൊക്കെ പറഞ്ഞിട്ട് എന്തേ? നിന്റെ വേല തെളിഞ്ഞില്ലേ? അറിയില്ലടാ, പെട്ടെന്നൊരു ഉൾവിളി വന്നു. പിന്നെ ഞാൻ കഴിഞ്ഞതൊക്കെ മറന്ന് നല്ലൊരു സുഹൃത്തായി ജീവിക്കാന്ന് തീരുമാനിച്ചു. ഉവ്വോ കിച്ചു, നീ സീരിയസ് ആയിട്ടല്ലേ? വെറുതെ ആ കൊച്ചിനെ പ്രതികാരം വീട്ടാനുള്ള സാധനാക്കി മാറ്റരുതേ. ഇല്ലടാ, ശരിയാ, ആദ്യമൊക്കെ എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ അവളൊരു പാവാ. ഇനി മുതൽ ഞാൻ കിങ്ങാണ്, അവളെന്റെ കിങ്ങിണിയാ. യു മീൻ പശു? നോനോ മോനെ. അല്ല, നിനക്ക് ലൈനൊന്നും വേണ്ടേ? ആക്കല്ലേ, നിന്റെ മാവ് ഞാനങ്ങ് വേരോടെ പിഴുതെറിയും. ഓക്കേ? വേണ്ടേ വേണ്ട, ഞാനൊരു പുണ്യപ്രവൃത്തി ചെയ്യാന്ന് വെച്ചാ. ഇവളിത് കൊറേ ആയല്ലോ. ഇനി ശരിക്കും ഇവള് ആർക്കേലും വളഞ്ഞോ? എന്താ നീ പറ. എന്നിട്ടോ? അപ്പൊ നമ്മൾ ഊഹിച്ചത് കറക്റ്റ് ആണില്ലേ? ഇപ്പൊ വേണ്ട, എല്ലാവരും ഉണ്ട്. ആ, ഇങ്ങോട്ട് വന്നോ. ഇത്രയും കാലമായിട്ടും ആർക്കൊന്നും മനസ്സിലായില്ലല്ലോ, അപ്പൊ പേടിക്കണ്ട. ഇപ്പൊ വേണ്ട, എല്ലാരും ഉണ്ട്. ഇതാ തന്നെ. അച്ഛാ, 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 ഞാൻ പൊക്കി. നീ ആരെ പൊക്കിയെന്ന്? ഓ, അതല്ല, അച്ഛന്റെ മക്കളെ കള്ള രൂപം ഞാൻ കണ്ടു. അത്രേ ഉള്ളൂ?
അത് ഞാൻ വർഷങ്ങളായിട്ട് കണ്ടോണ്ടിരിക്കുമല്ലേ. ഓ ഞാനല്ല, അച്ഛന്റെ മോള്. നിങ്ങളെ മോക്കേ അന്യമത സംസ്ഥാനമായിട്ടൊരു ബന്ധം. അതെന്തോന്ന് ബന്ധം? അന്യമതസ്ഥർ എന്നാണോ നീ ഉദ്ദേശിച്ചേ? ആ അതന്നെ, അങ്ങനെ ഒരു ബന്ധം. ചച്ചു, എന്ത് മനുഷ്യ? നീയാണോ ചച്ചു? ചച്ചുവിനെ വിളി. എനിക്ക് ഇപ്പൊ അവളെ ഇവിടെ കിട്ടണം. അച്ഛാ, ഞാൻ കേട്ടതൊക്കെ ശരിയാണോ? എനിക്കെന്ത് പറയണമെന്നറിയില്ല. എന്നാ കടുപ്പത്തിലൊരു ചായ പറഞ്ഞാലോ? അതല്ല, എനിക്ക് അച്ഛനോട് എങ്ങനെ പറയണമെന്നറിയില്ല. നീ മലയാളത്തിൽ പറഞ്ഞാ മതി, അച്ഛന് മനസ്സിലാവും. അച്ഛൻ പൊട്ടണമെന്നല്ല. അച്ഛൻ കേട്ടത് ശരിയാ, എനിക്കൊരാളെ ഇഷ്ടാ. കഴിവരുടെ മോളെ, ഇന്ന് നാട്ടുകാരെ കൊണ്ട് അവളെ പറയിപ്പിക്ക അച്ഛാ. നീയാണോ പ്രേമിക്കുന്നത് അത് അവനാണോ? പറ ചച്ചു, പറ ചച്ചു. എന്തോന്ന്? നിങ്ങൾ എന്താ ഈ പറയുന്നേ? ഞാനാണ് അച്ഛൻ, വേറെ ആരും ഉണ്ടണ്ട. അച്ഛാ, അമ്മേ, നിങ്ങൾ വിചാരിക്കണ പോലെ ഒന്നും അല്ല. അവനൊരു നല്ല മനസ്സിനുടമയാ. മനസ്സിനുടമയാണോ ചായക്കടേന്റെ ഉടമയാണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. അച്ഛാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞാൻ കുറെ ആലോചിച്ചിട്ടാ ഇഷ്ടാന്ന് തിരിച്ചു പറഞ്ഞേ. നല്ലൊരു കുടുംബത്തിലെ ചെക്കനെ അല്ലാണ്ട് ഞാൻ ഒരാളെ പ്രേമിക്കുന്ന അച്ഛന് തോന്നുന്നുണ്ടോ? അല്ലേലും എൻ്റെ അച്ഛനൊരു പട്ടാളക്കാരനും അമ്മ ഒരു അധ്യാപികയല്ലേ. പിന്നെ ഈ ഏട്ടൻ പറഞ്ഞതുപോലെ അവൻ അന്യമതത്തിൽ പെട്ടതൊന്നുമല്ല, നമ്മുടെ കൂട്ടരാ. അപ്പൊ ഇവൻ പറഞ്ഞതോ? അത് ഞാനൊരു ഗുമ്മിനിട്ടതാ. കത്താണെ കത്തിക്ക് കളിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. നിന്നെ ഞാൻ പിന്നെ കത്തിച്ചോളാം. ചെക്കൻ എന്ത് ചെയ്യുന്നു? എവിടെ ഉള്ള? അവൻ വീട്ടിലിരിക്കുന്നു. അല്ല, പഠിക്കുക. ആളെ നിങ്ങൾക്കൊക്കെ അറിയും. ഹലോ, എന്താണ് ഇവിടെ ഒരു ചർച്ച? ഹായ്, ദാ ഇതാണ് എൻ്റെ ഏട്ടൻ. അവൻ നിന്റെ ഏട്ടനാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതല്ല, ഇതാണ് ഞാൻ പ്രേമിക്കുന്ന, എന്നെ പ്രേമിക്കുന്ന എൻ്റെ നന്ദുവേട്ടൻ. അല്ലേ ചേട്ടാ? ഓ ലോഡ്, എന്റെ സമയം തീരെ ശരിയില്ല. എവിടെയാണോ പുറത്തേക്കുള്ള വഴി? നിക്കടാ അവിടെ. ഇവള് പറഞ്ഞത് ശരിയാണോ? അങ്ങനെയൊക്കെ ചോദിച്ചാ ചോദിച്ചത് കേട്ടില്ലേ, ശരിയാണോന്ന്? അതെ, ഞാനും ചച്ചും തമ്മിൽ ഇഷ്ടത്തിലാണ്. നിങ്ങൾ അനുവാദമില്ലാതെ ഞാൻ ഒന്നിനും നിൽക്കൂല. ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്നവനാണ് ഈ നന്ദു. എന്നെ തല്ലരുത്. അവളെ എനിക്ക് തരൂലെന്ന് മാത്രം പറയരുത്. നീയാണെങ്കി ഞങ്ങക്ക് സമ്മതല്ലേ ജാനു? പിന്നെ 100 വട്ടം സമ്മതല്ലേ. അച്ഛാ, ഇത് ശരിയാവില്ല. അവനെന്റെ കൂട്ടുകാരനാ. അതിന് ഞാൻ നിന്നല്ലല്ലോ പ്രേമിക്കുന്നത്. അതന്നെ. ഉണ്ടാക്കല്ലേ, എനിക്കിട്ടുണ്ടാക്കല്ലേ. ആരാടാ തന്ത? താൻ. ഏ? ഞാനല്ല. ഇത്രയും നല്ല ബന്ധം എവിടുന്ന് കിട്ടും ഇനി? എന്റെ മോനായിട്ട് ജനിക്കണ്ടായിരുന്നു ഇവൻ. എന്നാ എനിക്കുണ്ടൊരു ബന്ധം. എന്ത് അനുബന്ധോ? ഓട ചക്ക. അച്ഛാ, ദിസ് ഈസ് നോട്ട് ഫെയർ. നൗ ഐ ഡോണ്ട് കെയർ. ജാനു, ചച്ചു, നമുക്ക് പോവാം. ഇത് ചീറ്റിംഗാ. എടാ തെണ്ടി, നീ എന്റെ കണ്ണിൽ പാറ്റ ഇട്ടൂലേ. സോറി അളിയാ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് എന്നെ ഇഷ്ടപ്പെടേണ്ടി വന്നു. ഏ? ഞാൻ ഇഷ്ടപ്പെട്ട പോയി. പ്രേമത്തിന് കണ്ണില്ല മൂക്കില്ല എന്നല്ലേ, അതുപോലെ മിണ്ടരുത് നീ. അപ്പൊ നീ ആയിരിക്കും അവളെ ABCD പഠിച്ചു ചാടിയ കുഴി. യാ നീ ഇങ്ങനെ പ്രഷർ കൂട്ടാതെ കിച്ചു. ഇതൊക്കെ ഒരു നല്ല കാര്യത്തിന്റെ തുടക്കമാണ്. നിനക്ക് വേണേ എന്നെ തല്ലാം, പക്ഷെ നീ അത് ചെയ്യൂല. ശിവനെ, ഇതേത് ജില്ല. ഇപ്പൊ എനിക്ക് മൂടില്ല. നീ നാളെ പോയിട്ട് ഇന്ന് വാ.